ഇന്ന് നമ്മുടെ സ്പ്രിംഗ് ഗാർഡൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ഡിസംബറിൽ ഇൻഡോർ സ്റ്റാർട്ട് ചെയ്തതും ജനുവരിയിൽ ഇൻഡോർ സ്റ്റാർട്ട് ചെയ്തതും ഫെബ്രുവരിയിൽ ഇൻഡോർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഇൻഡോർ സീഡ് ചെയ്തതെല്ലാം പതിയെ ഓരോ ബെഡിലേക്ക് നമ്മൾ സോ ലുക്കിംഗ് ഫോർവേഡ്. നമ്മുടെ ഇവിടെ നമ്മുടെ ഇവിടുത്തെ കോർട്ട്യാർഡ് ഗാർഡനിലാണ് നമ്മൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഹാർവെസ്റ്റ് ചെയ്തത് നമ്മുടെ ലെമൺ ഏരിയയിലെ ഗാർഡനായിരുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇനിയിപ്പം ഇന്ന് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഞാനപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബേസിൽ ഗാർഡനാണിത്. അപ്പോൾ ഇത് ഇൻഡോർ നമ്മൾ വളർത്തിയതാണ്. പലതരം ബേസിൽ, അപ്പോൾ 8 തരം ബേസിലാണ് നമ്മൾ സീഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. സോ വി ആർ ഗോയിങ് ടു പ്ലാൻ ദോസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഈ ബെഡിൻ്റെ ഒരു ഔട്ട്ലൈൻ. അപ്പോൾ ഡാർക്ക് ഓപ്പൽ, ഇറ്റാലിയൻ, സ്പൈസ് ക്ലോവ്, തായ്, ഹോളി, സ്വീറ്റ്, ലെമൺ, ലൈം. അപ്പോൾ അതേ ഔട്ട്ലൈൻ വെച്ചിട്ട് ഞാനിവിടെ എൻ്റെ ബെഡിൽ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഡാർക്ക് ഓപ്പൽ എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് 8 വെറൈറ്റിയും ഞാൻ വെച്ചേക്കുവാണ്. ഇനി നമ്മളതിനകത്ത് പ്ലാന്റ് ചെയ്യും. ഞാനിങ്ങനെ സീഡ് ട്രേയിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഓരോന്നേ നടുവാണ്. സോ ആദ്യം ഇപ്പം നമ്മുടെ ഗാർഡൻ ബെഡിലേക്ക് ട്രാൻസ്പ്ലാന്റ് ആദ്യമായിട്ട് നമ്മൾ നട്ടതാണത്. ഇത് ഹോളി ബേസിലും ഇത് ഡാർക്ക് ഓപ്പൽ. ഓക്കെ, സോ ഇനിയിപ്പോൾ മൂന്നാമത്തെ ഞാൻ ഇതിനകത്ത് നമ്മൾ നട്ട ചെറിയ സീഡ് സെല്ലിൽ നിന്ന് എടുത്തിട്ട് ഐ എം ഗോയിങ് ടു plant it into the garden bed. നമ്മൾ നമ്മുടെ ബേസിൽ ഗാർഡൻ, ഡാർക്ക് ഓപ്പൽ, ഹോളി ബേസിൽ, സ്വീറ്റ് ബേസിൽ, ഇറ്റാലിയൻ ബേസിൽ, സ്പൈസ് ക്ലോവ്, തായ്, ലൈം, ലെമൺ. അപ്പോൾ ഇത് നമ്മുടെ ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ്, നമ്മൾ ഇൻഡോർ ഗ്രോ ചെയ്തത്. സോ നൗ വി വിൽ വെയിറ്റ് ഫോർ കപ്പിൾ ഡേയ്സ്. അപ്പം നന്നായിട്ട് റൂട്ടൊക്കെ പ്ലാന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ലിക്വിഡ് ഫെർട്ടിലൈസർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഞാനിത് നടുമ്പോൾ ബ്ലഡ് മീൽ ഇട്ട് കൊടുത്തായിരുന്നു. ബിക്കോസ് ബ്ലഡ് മീൽ ഇസ് ഗുഡ് ഫോർ ലഷ് ഗ്രോത്ത് ഓഫ് ലീവ്സ്. അപ്പോൾ ലീവ്സ് നന്നായിട്ട് വളരണമെങ്കിൽ നമ്മൾ അങ്ങനെ ബ്ലഡ് മീൽ ഇട്ട് കൊടുക്കും. സോ ദാറ്റ്സ് ഫോർ ടുഡേ. ഇനി അടുത്ത ഗാർഡൻ ബെഡ് ചെയ്യുമ്പോൾ കാണാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. See you soon. Bye.